ഹായ് കൂട്ടുകാരെ, തെന്നാലി രാമൻ്റെ കഥ കേട്ടാലോ? പ്രജാക്ഷേമ തൽപരനായിരുന്ന വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായ മഹാരാജാവ് ധാരാളം ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമായിരുന്നു. വളരെ കാലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു തുംഗഭദ്ര നദിക്ക് കുറുകെ ഒരു പാലം നിർമ്മിക്കുക എന്നുള്ളത്. അതിനായി പല സാങ്കേതിക വിദഗ്ധന്മാരെയും നാട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അവർ ആവശ്യപ്പെട്ട സാധന സാമഗ്രികളെല്ലാം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അനേകം ആളുകളുടെ നിരന്തര പരിശ്രമത്താൽ കെട്ടിപ്പടുത്തുണ്ടാക്കിയ പാലം മാസങ്ങൾക്കുള്ളിൽ തകർന്നു വീഴുകയാണുണ്ടായത്. അത് കൃഷ്ണദേവരായർക്ക് വളരെ സങ്കടമുണ്ടാക്കിയ സംഭവമായിരുന്നു. നരബലി കൊടുക്കാതെ പാലം പണി തീർത്തതിനാലാണ് അത് തകർന്നു വീണതെന്നായിരുന്നു പലരുടെയും അഭിപ്രായം. കാട്ടിലും മേട്ടിലും നദിക്കരയിലും ഭൂതത്താന്മാരുടെ അധിവാസമുള്ളതാണ്. മനുഷ്യക്കുരുതി നടത്തി ഭൂതങ്ങളെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ തുംഗഭദ്ര നദിക്ക് മീതെ എത്ര പാലങ്ങൾ പടുത്തുയർത്തിയാലും അവയുടെ എല്ലാം ഗതി ഇതുതന്നെ ആയിരിക്കും. ജനങ്ങളുടെ അഭിപ്രായത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പല തൽപര കക്ഷികളും മഹാരാജാവിനെതിരായി രംഗപ്രവേശനം ചെയ്തു. ലക്ഷ്യബോധമില്ലാതെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തുണ്ടാക്കുന്ന ഖജനാവിലെ പണം കൃഷ്ണദേവരായർ ദുർവിനിയോഗം ചെയ്യുകയാണെന്ന് വരെ ആരോപണങ്ങൾ ഉയർന്നു. എല്ലാം കൊണ്ടും സ്വസ്ഥത നഷ്ടപ്പെട്ട മഹാരാജാവ് ദുഃഖിതനായി. നരബലി നടത്തുകയെന്നത് പൈശാചിക പ്രവൃത്തിയാണ്. നിരപരാധിയായ ഒരു മനുഷ്യനെ പിടിച്ച് ഭൂതങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനായി കുരുതി കൊടുക്കാൻ പാടുണ്ടോ? പാലം പണി തീർക്കേണ്ടത് ആവശ്യമാണ്. രാജധർമ്മം കാത്തുരക്ഷിക്കുന്നതിന് നിരപരാധിയായ ഒരു മനുഷ്യനെ കൊലപ്പെടുത്താതിരിക്കുക എന്നത് അതിനേക്കാൾ അത്യന്താപേക്ഷിതമാണ്. ചെകുത്താനും കടലിനും നടുവിലകപ്പെട്ടവനെ പോലെ കൃഷ്ണദേവരായർ ആശയക്കുഴപ്പത്തിൽപ്പെട്ട് ചെയ്യേണ്ടതെന്തെന്നറിയാതെ ആകെ അങ്കലാപ്പിലായി. മഹാരാജാവിൻ്റെ മാനസികാവസ്ഥ കണ്ടറിഞ്ഞിട്ടെന്നതുപോലെ അദ്ദേഹത്തെ സമീപിച്ച് തെന്നാലിരാമൻ ചോദിച്ചു, പ്രഭു, ആസ്ഥാനത്തുള്ള അങ്ങയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണാവോ? രാമ, തുംഗഭദ്ര നദിക്ക് മീതെ നാം പണികഴിപ്പിച്ച പാലം തകർന്നു വീഴുന്നതിനെക്കുറിച്ചുള്ള പ്രയാസമാണ് നമ്മുടേത്. അത്രയുള്ളൂ. പാലം തകരുന്നതും വീഴുന്നതുമെല്ലാം സർവ്വസാധാരണ കാര്യങ്ങളല്ലേ തിരുമേനി? പ്രഭു, പണിയുന്ന പാലം പൊളിഞ്ഞു വീഴാതെ നിൽക്കണമെങ്കിൽ നരബലി കൊടുക്കണം. അത്രയല്ലേ ഉള്ളൂ. അതല്ലേ ജനങ്ങളുടെ ആവശ്യം. അതല്ലേ അങ്ങയെ വേദനിപ്പിക്കുന്ന കാര്യവും. അതേ രാമ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭൂതങ്ങൾ കോപിച്ച് പണി തീർത്ത പാലം പൊളിച്ചു കളയുമെന്നാണ് ജനവിശ്വാസം. നാം എന്ത് ചെയ്യാനാണ്? ഒരു പൗരൻ്റെ ജീവന് ഭൂതമെന്നും പ്രേതമെന്ന പേരിൽ നരബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്വപരമല്ലാത്ത കാര്യമല്ലേ രാമ? അതേ പ്രഭു, നമുക്ക് പരിഹാരമുണ്ടാക്കാലോ, നരബലി നടത്താലോ. അത് മഹാപാപമല്ലേ രാമ? ചിലപ്പോൾ പാപം പുണ്യമാകുന്ന സന്ദർഭവും ഉണ്ടാകും പ്രഭു. അതെങ്ങനെയാണ് രാമ? അത് അടിയൻ പിന്നാലെ അറിയിച്ചുകൊള്ളാം. അവിടുന്ന് പാലം പണി തീർക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ആരംഭിച്ചുകൊള്ളൂ. വീണ്ടും തുംഗഭദ്ര നദിക്ക് മീതെ പുതിയ പാലം പണിതുയർത്തപ്പെട്ടു. മഹാരാജാവ് പുതിയ പാലം ഉദ്ഘാടനം ചെയ്യുന്നത് കാണുന്നതിനായി ധാരാളം ആളുകൾ ഇരുകരകളിലും തടിച്ചുകൂടി. എന്നാൽ പാലത്തിൻ്റെ രണ്ടറ്റങ്ങളിലും ഇരുവശങ്ങളിലുമായി നാട്ടിവെക്കപ്പെട്ടിരുന്ന കഴുമരങ്ങൾ കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. ഇവ എന്തിനാണാവോ? ഏവരുടെയും മനസ്സിൽ ഉയർന്നു നിന്ന ചോദ്യം അതായിരുന്നു. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കൽത്തുറങ്കിലടയ്ക്കപ്പെട്ടിരുന്ന 4 കുറ്റവാളികളെ കാരാഗൃഹ അധികാരികൾ അവിടെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് അവരുടെ പേരിലുണ്ടായിരുന്ന കുറ്റപത്രവും വിധി നടപ്പാക്കേണ്ട തീയതിയും പൊതുജനങ്ങളെ വിശദമായി വായിച്ചു കേൾപ്പിച്ചു. ആ കുറ്റവാളികളുടെ മരണശിക്ഷ നടപ്പാക്കേണ്ട ദിവസം അന്ന് തന്നെയായിരുന്നു. രാജാവിൻ്റെ പ്രതിനിധിയായ തെന്നാലിരാമൻ പറഞ്ഞു, ജനങ്ങളെ നരബലി സമർപ്പിക്കാത്തതിനാൽ ഭൂതങ്ങൾ കോപിച്ച് പാലം തകർത്ത് കളഞ്ഞതാണെന്ന് ഇനി നിങ്ങൾ ആരോപിക്കരുത്. ഇവിടെ ഹാജരാക്കപ്പെട്ടിട്ടുള്ള കുറ്റവാളികളുടെ കൃത്യങ്ങളും ശിക്ഷ നടപ്പാക്കേണ്ട ദിവസവും നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഇതാ, ഒരാൾക്ക് പകരമായി 4 മനുഷ്യരെ ഭൂതത്താന്മാരുടെ തൃപ്തിക്കായി ബലി കഴിക്കുവാൻ പോവുകയാണ്. ഇനി പാലം തകരുകയില്ലായിരിക്കാം. ഇനി നിങ്ങൾ ഭൂതങ്ങളെ തൃപ്തിപ്പെടാത്തതിനാലാണ് പാലം തകർന്നതെന്ന കുറ്റം നമ്മുടെ മഹാരാജാവിനെതിരെ ആരോപിക്കുകയില്ലല്ലോ അല്ലേ? ഇനി നിങ്ങളുടെ വിശ്വാസപ്രകാരം പാലം തകരുകയുമില്ല. ഈ പാലം നിങ്ങളുടെ യാത്രാ സൗകര്യത്തിനായി നമ്മുടെ പൊന്നു തിരുമനസ് പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. മഹാരാജാവ് വിജയിക്കട്ടെ. ജനങ്ങൾ ഒന്നടങ്കം കൃഷ്ണദേവരായർക്ക് വിജയാശംസകൾ നേർന്നു. അങ്ങനെ നരബലി അർപ്പിക്കണമെന്നുള്ള ജനങ്ങളുടെ ആവശ്യവും രാജാവിൻ്റെ മനോവ്യതയ്ക്കും
തെന്നാലി രാമൻ വളരെ ബുദ്ധിപരമായ രീതിയിൽ പരിഹാരം കണ്ടു.